Hello, good morning. Welcome back to General Awareness Class. അപ്പോൾ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ റെഡിയല്ലേ? പുതിയൊരു ക്ലാസ്സിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാം, പുതിയ ഇൻഫർമേഷൻസ് തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണല്ലേ? അപ്പോ ഇന്ന് നമ്മൾ വരാൻ പോകുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മുടെ ടോപ്പിക് ഫ്ലവേഴ്സ് ആണ്. പേജ് നമ്പർ 84. പേജ് നമ്പർ 84 എടുത്തോ. ഓക്കെ, അതിൽ കുറെ പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്, കുറച്ച് റൈറ്റിംഗ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. കുറെ ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് ആണിത്. അതെന്താണെന്ന് നോക്കാം. ഫ്ലവേഴ്സ് മേക്ക് അവർ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ. നമ്മുടെ സറൗണ്ടിങ്സ് ബ്യൂട്ടിഫുൾ ആക്കുന്നത് ആരാണ്? ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ്, നോട്ട് ഓൺലി ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പ്ലാന്റ്സ് വേണം. ആ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സ് എന്താക്കുന്നത്? ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഹാവ് ഡിഫറെന്റ് കളേഴ്സ്. പലതരം പൂക്കൾക്ക് പലതരം നിറങ്ങളാണ്. ഡിഫറെന്റ് ഫ്ലവേഴ്സിന് ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഷേപ്സും സെൻസും അതുപോലെ തന്നെ എന്താണ്? വ്യത്യസ്തമാണ്. ഷേപ്പ് എന്ന് വെച്ചാൽ അതിന്റെ രൂപം, ആകൃതി. ഓക്കെ, അതിന്റെ സെന്റ് എന്ന് വെച്ചാൽ അതിന്റെ മണം. അതെന്താണ്? ആസ്വദിക്കാൻ കഴിയുന്ന മണമാണ് പൂക്കൾക്ക് ഉണ്ടാവുക അല്ലെ? റോസാപ്പൂക്ക് എടുത്ത് മണത്തൊക്കെ ഉണ്ടാവും, നല്ല മണമല്ലേ മുല്ലപ്പൂവിന്. ഇതിനൊക്കെ ഭയങ്കര നല്ല സെന്റാണ് അല്ലെ? അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് റോസ്. ROSE, റോസ്. എന്നാണത്? തൊട്ടാൽ മുള്ളൊക്കെ കുത്തുന്ന ചെടിയിലുള്ള പൂവാണ്. വളരെ ഭംഗിയുള്ള, ചെടി കാണാൻ കുറച്ച് നമുക്ക് വേദനിപ്പിക്കുന്ന മുള്ളുകളൊക്കെ ഉള്ളതാണെങ്കിലും അതിന്റെ പൂക്കൾ വളരെ മനോഹരമാണ്. പല കളറുകളിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന റോസ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇക്സോറ. എന്താണ്? ഇക്സോറയാണ്. ഇക്സോറയുടെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയുമോ? IXORA, ഇക്സോറ. ഇക്സോറ എന്ന് പറയുന്നത് തെച്ചി പൂവാണ്. ചുവന്ന നിറത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പൂവാണ്. ആര്? ഇക്സോറ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാസ്മിൻ. ജാസ്മിൻ എന്ന് വെച്ചാൽ മുല്ലപ്പൂവാണ്. ജാസ്മിന്റെ സ്പെല്ലിംഗ് JASMINE, ജാസ്മിൻ. ജാസ്മിൻ തന്നെ പല വെറൈറ്റി ആയിട്ട് അവൈലബിൾ ആണ്. 5 പെറ്റലുള്ളതുണ്ട്, അതിൽ കൂടുതൽ പെറ്റലുള്ളതുണ്ട്, നീണ്ട പെറ്റലുള്ളതുണ്ട്. അങ്ങനെ പലതരത്തില് ജാസ്മിൻസ് അവൈലബിൾ ആണ്. വള്ളിയായിട്ട് കാണാൻ സാധിക്കും, ചെടിയായിട്ട്, കുറ്റിച്ചെടിയായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെ ടൈപ്സിൽ കാണാൻ സാധിക്കും. ബുഷായിട്ടും ക്രീപ്പറായിട്ടും അങ്ങനെ രണ്ടായിട്ട് ആരെ കാണാൻ സാധിക്കും? ഈ പറയുന്ന ജാസ്മിനെ കാണാൻ സാധിക്കും. എന്താ? നെക്സ്റ്റ് വൺ ഈസ് മാരിഗോൾഡ് ആണ്. മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ബിസ്ക്കറ്റ്സ് അല്ല, ദാറ്റ് ഈസ് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലിനെയാണെന്ന് പറയുന്നത് മാരിഗോൾഡ് എന്ന് പറയുന്നത്. മാരിഗോൾഡിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? MARIGOLD, മാരിഗോൾഡ്. ഓക്കെ, സ്വർണം പോലും ഉള്ളത് കൊണ്ടാണ്, അതിന്റെ നിറത്തിന് സ്വർണവുമായി സമ്മുള്ളത് കൊണ്ടാവാം ചിലപ്പോ മാരിഗോൾഡ് എന്നതിന് പേര് ഇട്ടിരിക്കുന്നത് അല്ലെ? ആയിരിക്കാം. ഓർത്ത് വയ്ക്കുക, മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ചെണ്ടുമല്ലിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ലോട്ടസ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയാണ് ലോട്ടസ് എന്ന് പറയുന്നത്. വെള്ളത്തില് ഒരു വാട്ടർ പ്ലാന്റ് ആണ് താമര, ലോട്ടസ് എന്ന് പറയുന്നത്. ചുവന്ന നിറത്തിലാണ് ആ പൂ കാണാൻ സാധിക്കുക. അതിന് ഡിഫറെന്റ് കളേഴ്സിലുള്ള താമരകളും ഉണ്ട്. ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറെ കളേഴ്സിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ പല ബ്രീഡുകൾ താമരയ്ക്ക് തന്നെ വന്നു തുടങ്ങി. ഏകദേശം ലില്ലിയുമായിട്ട്, വാട്ടർ ലില്ലിയുമായിട്ടൊക്കെ അതിന് സാമ്യമുണ്ട് കാണും. ഓക്കെ, ആൻഡ് മേ ബി നമ്മുടെ നാട്ടിലൊക്കെ പലരും വാട്ടർ ലില്ലിനെ താമരകളൊക്കെ വിളിക്കുകയും ചെയ്യും. ആൻഡ് അവർ തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇലയായാലും പൂവായാലും ഒക്കെ അവര് ഒരേ സ്പീഷീസിൽ പെടുന്നതായിരിക്കണം അല്ലെ? അതാണ് ലോട്ടസ്. ലോട്ടസിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ LOTUS ആണ്. LOTUS, ലോട്ടസ്. ഓക്കെ. അത് നെക്സ്റ്റ് വൺ ഈസ് ഹിബിസ്കസ്, ഓർ വേറൊരു പേര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷൂ ഫ്ലവർ. അതെന്താണെന്ന് അറിയാമോ? ചെമ്പരത്തിയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണാറുള്ള ചെമ്പരത്തി. നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ പോലും എന്തുണ്ട്? ഹിബിസ്കസ് ഉണ്ട്. റെഡ് കളറിൽ അവൈലബിൾ ആണ്, മറ്റേ യെല്ലോ, അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഹിബിസ്കസ് അവൈലബിൾ ആണ്. ആൻഡ് ഹിബിസ്കസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒന്നാണ്. നമ്മുടെ തലയിലൊക്കെ താളിയായിട്ട്, ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് പണ്ടുകാലം മുതലേ. ഈ പറയുന്ന ഷൂ ഫ്ലവർ അഥവാ ഹിബിസ്കസിനെ യൂസ് ചെയ്യാറുണ്ട്. ഹിബിസ്കസിന്റെ സ്പെൽസ് എന്താണെന്ന് ചോദിച്ചാൽ HIBISCUS ആണ് ഹിബിസ്കസ്. ഓക്കെ. അത് നെക്സ്റ്റ് വൺ ഈസ് സൺഫ്ലവർ. സൺഫ്ലവറിന്റെ സ്പെഷ്യാലിറ്റി തന്നെ സൺ ആണ്. സണ്ണിനെ നോക്കിയിട്ടായിരിക്കും അത് എപ്പോഴും ഫേസ് ചെയ്യുക. ആ ഫ്ലവർ സണ്ണിനെ ഫേസ് ചെയ്തിരിക്കും. അതിങ്ങനെ സണ്ണ് മൂവിയുന്നതനുസരിച്ച് അതിന്റെ പെറ്റൽസും അതിനനുസരിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സൺഫ്ലവർ. ആൻഡ് ഗോൾഡ് കളർ. ആൻഡ് സൺഫ്ലവറിനെ ഓയിൽ ആക്കാനായിട്ട് അതിന്റെ സീഡ്സ് എടുക്കാറുണ്ട്. അത് സൺഫ്ലവർ ഓയിൽ എന്നാണ് പറയുക. സൺഫ്ലവറിന്റെ സ്പെൽസ് വന്നിട്ട് SUNFLOWER, സൺഫ്ലവർ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. ഞാൻ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാൻ പോകുന്നത് പറഞ്ഞു. കുറച്ച് പ്ലാന്റ്സ് ആൻഡ് ട്രീസിനെ കുറിച്ച് കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തന്നോട്ടെ? തരാലോ അല്ലെ? അപ്പൊ ഇനി പഠിക്കുന്നത് മൈ ഗ്രീൻ നൈബേഴ്സ് ആണ്. എന്താണ് പഠിക്കുന്നത്? മൈ ഗ്രീൻ നൈബേഴ്സ്. ഓക്കെ, പ്ലാന്റ്സ് ആർ അവർ ഗ്രീൻ നൈബേഴ്സ്. പ്ലാന്റ്സ് എന്താണ്? നമ്മുടെ ഗ്രീൻ നൈബേഴ്സ് ആണ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അയൽക്കാരാണ്. എങ്ങനെയുള്ളതാണ്? ഗ്രീൻ കളറിലുള്ള അയൽക്കാരാണ്. സം പ്ലാന്റ്സ് ആർ ബിഗ്
and some plants are small. ചില പ്ലാന്റുകൾ വളരെ വലുതാണ്, ചിലത് വളരെ സ്മോൾ ആണ്, ചെറുതാണ്. ബിഗ് ആൻഡ് സ്മോൾ. ഓക്കെ, ബിഗ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബനിയൻ ട്രീ. പേജ് നമ്പർ 85 കേട്ടോ. ആരും മിസ് ചെയ്യരുത്, പേജ് നമ്പർ എടുത്തു വെച്ചോളൂ. ഞാൻ പറയുന്ന ഓരോ പിക്ചേഴ്സും നോക്കി അതിന്റെ സ്പെൽസ് ഒക്കെ തിരിച്ചറിയണം, ഐഡന്റിഫൈ ചെയ്യണം. ബനിയൻ ട്രീ അവിടെ കാണുന്നില്ലേ? ആൽമരത്തിനെയാണ് ബനിയൻ ട്രീ എന്ന് പറയുന്നത്. ബനിയൻ ട്രീ യൂഷ്വലി നമ്മൾ എവിടെയാണ് കാണുക? ടെമ്പിൾസിന്റെ ഒക്കെ ഫ്രണ്ടേജിലാണ് ആരിനെ കാണുക? ഈ പറയുന്ന ബനിയൻ ട്രീ കാണുക. വളരെ വലിയൊരു വൃക്ഷമാണ്. വേരുകൾ മണ്ണിനടിയിൽ നിന്നും പല അടുത്തോട്ട് അതിങ്ങനെ തുറന്നു പോകും. ഓക്കെ, അതിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിനെയൊക്കെ അത് ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ആൽമരം കുറച്ച് ഒഴിഞ്ഞ ഏരിയയിലൊക്കെയാണ് വെക്കുക. ഓക്കെ, ഇതിൽ ഒരുപാട് ജീവജാലങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്ന ഒന്നുകൂടെയാണ് എന്താ ആൽമരം എന്ന് പറയുന്നത്. അനേക വർഷം നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ സ്പെല്ലിംഗ് വന്നിട്ട് BANYAN TREE, banyan tree. And the next one is mango. Mango tree എന്ന് പറയുന്നതും എന്താണ്? വളരെ വലിയൊരു മരമാണ്. എന്റെ മുത്തശ്ശി മാവ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലെ? പഴയ മാവുകളെയാണ് മുത്തശ്ശി മാവ് എന്ന് പറയുക. ഭയങ്കര വലിയ വൃക്ഷമായിട്ട് മാറും. അതിൽ പല പക്ഷികൾക്ക് കൂടുകൂട്ടാനും ജീവികൾക്ക് വന്ന് താമസിക്കാനും സ്റ്റേ ചെയ്യാനും ഒക്കെ സാധിക്കും. മാമ്പഴം അതിന്റെ സ്പെഷ്യാലിറ്റി ആണ്. മാങ്ങ അച്ചാറിടാം, മാങ്ങ പഴമായിട്ട് മാമ്പഴമായി ഉപയോഗിക്കാം അല്ലെ? അങ്ങനെ പല വെറൈറ്റി ഓഫ് മാങ്ങകളുണ്ട് മാങ്ങയിൽ തന്നെ. അതാണ് മാംഗോ ട്രീന്റെ ഇലയൊക്കെ നല്ല മണമുള്ള ഇലകളുള്ളതൊക്കെ ഉണ്ട്. മാംഗോ ട്രീ എന്ന് പറയും. മാമ്പഴം, മാങ്ങ എന്നൊക്കെ പറയും, മാവ് എന്നൊക്കെ പറയും. ഓക്കെ, അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ MANGOTREE, മാംഗോ ട്രീ. നെക്സ്റ്റ് വൺ ഈസ് കോക്കനട്ട് ട്രീ. എല്ലാവരുടെ അവിടെയും കാണാറുണ്ടാവും. എസ്പെഷ്യലി ഇൻ കേരള കോക്കനട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായ ഒന്നാണ്. നമുക്ക് കേരളത്തിന് കോക്കനട്ട് ട്രീ ഇല്ലാണ്ട് പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ കോക്കനട്ട് ട്രീ ഉണ്ടാവും. രണ്ടാമത്തത്, നമുക്ക് കോക്കനട്ട് ഇല്ലാത്ത കറികൾ പറ്റില്ല. രണ്ടാമത്തത്, ആൻഡ് കോക്കനട്ട് ഓയിൽ യു കാണ്ട് അവോയ്ഡ് ദാറ്റ്. നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അമ്മയോടോ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വന്തമാണ്, നമ്മുടെ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളതാണ് എന്ത്? കോക്കനട്ട് ട്രീയും കോക്കനറ്റും കോക്കനട്ട് ഓയിലും ഒക്കെ. ഇതിൽ നിന്നാണ് നമുക്ക് കുടിക്കാനുള്ള ഇളനീര് കിട്ടുന്നത്, തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ കിട്ടുന്നത്, പിന്നെ പലരുടെയും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തെങ്ങിൻ പട്ടകൾ ലഭിക്കുന്നത്, അതൊക്കെ പിന്നെ അടിക്കാൻ ഉപയോഗിക്കുന്ന ചൂടിനുള്ള ഈർക്കിലുകൾ ലഭിക്കുന്നത് ഒക്കെ എന്തിൽ നിന്നാണ്? ഈ പറയുന്ന തെങ്ങിൽ നിന്നാണ്. അതിന്റെ തേങ്ങ ഉപയോഗിച്ച് തേങ്ങ ഉണങ്ങിയതിനെയാണ് ചക്കിലിട്ട് ആട്ടിയെടുത്ത് തേങ്ങയുടെ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ. ഓക്കെ, കോക്കനട്ട് ഓയിൽ. അതിന്റെ സ്പെല്ലിംഗ് CONUT, കോക്കനട്ട് ട്രീ, TREE ട്രീ. ഓക്കെ, അതാണ് കോക്കനട്ട് ട്രീ. CONUT TREE, കോക്കനട്ട് ട്രീ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാക്ക് ഫ്രൂട്ട് ട്രീ. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് വെച്ചാൽ ചക്ക മരമാണ്, പ്ലാവാണ്. എന്താ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് പറയുന്നത്? ജാക്ക് ഫ്രൂട്ട് ട്രീ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടു കാണും. നമ്മുടെയൊക്കെ വീടിന്റെ ഏരിയകളിൽ ഉണ്ടാവും. ആർക്കാണ് ചക്ക ഇഷ്ടമല്ലാത്തത്? എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമായിരിക്കും. നല്ല മധുരമുള്ള ഒന്നൊക്കെയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ സ്മെല്ലൊന്നും പറ്റത്തില്ല. അപ്പോൾ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ചക്കന്റെ പല ഡിഷസ് ഉണ്ടാക്കാം. ചക്ക വരട്ടുന്നത് ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക വറ്റൽ ഉണ്ടാക്കാം, ചക്ക പൊടിത്തൂൽ ഉണ്ടാക്കാം, ചക്ക കൊണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കാം. പറ്റും. അങ്ങനെ ഭയങ്കര വൈഡ് വെറൈറ്റി എന്നാണ്. ഷുഗറൊക്കെ ഉള്ളവർ ചക്ക കഴിച്ചാൽ ഷുഗർ കുറയുമെന്നാണ് പറയുന്നത്. മധുരമുള്ളതാണെങ്കിലും അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ജാക്ക് ഫ്രൂട്ട് ട്രീ ആണ് പഠിച്ചത്. ജാക്ക് ഫ്രൂട്ടിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ JACKFRUIT, ജാക്ക് ഫ്രൂട്ട്. ട്രീ, TREE, ട്രീ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്മോൾ പ്ലാന്റ്സ്. അടുത്തത് കൊച്ചു ചെടികളെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. അതിൽ നമ്മൾ 3 ചെടികളാണ് ഇപ്പൊ പറഞ്ഞുതരാൻ. ഒന്ന് തുളസിയാണ്. തുളസി അഥവാ ബാസിൽ എന്നാണ് പറയുക. തുളസി എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണ്. ഓക്കെ, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണാറില്ല. പണ്ടൊക്കെ തുളസി തറ എന്ന് പറഞ്ഞ് തറ ഉണ്ടാവും, അതിന് താഴെ വിളക്കൊക്കെ വെക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴും ഉള്ള വീടുകൾ ഉണ്ടാവും. അല്ല, അതാണ് തുളസി. തുളസി ഒരു ഔഷധ ഗുണമുള്ള ഹെർബൽ ആയിട്ടുള്ള ഒരു ചെടിയാണ്. എന്താ തുളസി നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. നല്ല മണമാണ്. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ വെള്ളം കുടിക്കാനൊക്കെ പറ്റും. വളരെ ഔഷധ ഗുണമാണ് അതിന്റെ മെയിൻ കണ്ടന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബനാന. ബനാന എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊക്കെ പഴം കഴിക്കാറില്ലേ? അതാണ് ബനാന എന്ന് പറയുന്നത്. ബനാനയുടെ പല വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടാവും. എല്ലാവരും വീട്ടിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ബനാന എങ്കിലും കാണാത്തവരുണ്ടാവില്ലല്ലോ, ബനാന ട്രീ കണ്ടിട്ടില്ലെങ്കിലും. അടുത്തത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു ചെടിയിലാണ് ഉണ്ടാവുക. ഒരുപാട് തക്കാളികൾ കിട്ടുന്ന ഒരു ചെടിയാണ് ടൊമാറ്റോ. തക്കാളി ചെടിയാണ് ടൊമാറ്റോ പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഇത് 3 നമ്മൾ ചെറുതായിട്ട് പഠിക്കുന്ന സ്മോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് പറയുന്നത് തുളസിന്റെ സ്പെല്ലിംഗ് വന്നിട്ട് TULSI, തുളസി. അല്ലെങ്കിൽ ബാസിൽ എന്ന് പറയാം, BASIL, ബാസിൽ നിന്നും തുളസിയെ പറയാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബനാന, BANANA, ബനാന. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടൊമാറ്റോ, TOMATO, ടൊമാറ്റോ. ഓക്കെ, ഈ 3
അറിഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു തന്ന ബിഗ് പ്ലാന്റ്സ് പറഞ്ഞിരിക്കുക. പിന്നെ ഫ്ലവേഴ്സിന്റെ പേരുകളും അറിഞ്ഞിരിക്കുക. അതിന്റെ സ്പെല്ലിങ്സ് ഒക്കെ കേൾക്കുക, എഴുതി പഠിക്കുക. ബൈ ബൈ.